ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എന്തൊക്കെയാണ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടാവില്ലേ? അപ്പോൾ നമ്മളോട് സുഖമായിട്ടിരിക്കണ്. അപ്പോൾ ഇതാ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ രാത്രിത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ. പിന്നെ നല്ലൊരു മുളക് കറി ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയും കൂടി ഞാനിതിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കാണുക. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ നമുക്ക് അയിലയാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. അയില ഞാനൊന്ന് മുറിച്ചെടുക്കുകയാണ്. നല്ല വലുപ്പമുള്ളതല്ല കേട്ടോ, ഒരു ഇടത്തരാണ്. അപ്പോൾ നമുക്ക് മുളക് കറി വെക്കാനൊക്കെ ഇത് ഈ ഒരു രീതിക്ക് ഇങ്ങനെ മുറിച്ചിട്ട് അത് നമ്മൾ കട്ട് ചെയ്യാതെ അങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാനാണ് കേട്ടോ വിചാരിച്ചേക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റാണ്, ഞാനിങ്ങനെ വെക്കാറുണ്ട്. ഇനി നമ്മൾ തലയുടെ ഭാഗത്ത് ആ ഒരു സംഭവം കൂടി അങ്ങോട്ട് എടുത്ത് കളഞ്ഞിട്ട് അങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ രാത്രി മീൻ മുറിക്കാനൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ഇടുക കേട്ടോ. എനിക്ക് തീരെ ഇഷ്ടമില്ല മീൻ രാത്രി ആകുമ്പോൾ മുറിക്കാനൊന്നും. ഇത് പിന്നെ പെട്ടെന്ന് അങ്ങനെ അങ്ങോട്ട് കൊടുന്നപ്പോൾ പിന്നെ ചെയ്യല്ലാണ്ട് നിവർത്തിയില്ലല്ലോ, പിന്നെ അങ്ങനെ ചെയ്തതാണ്. അങ്ങനെ മീൻ മുറിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ കറി വയ്ക്കാൻ നോക്കുമ്പോഴാണ് കേട്ടോ വിരുന്നുകാർ വന്നത്. അപ്പോൾ പിന്നെ കറി വയ്ക്കലവിടെ മാറ്റി വെച്ചിട്ട് അവർക്ക് ജ്യൂസ് അടിക്കാനൊക്കെ ആയിട്ട് നിന്ന്. അപ്പോൾ ഓറഞ്ച് ജ്യൂസാണ് കേട്ടോ അടിച്ചത്. അത് അളിയൻ്റെ അനിയനും കൂട്ടുകാരൊക്കെ കൂടി വന്നതാണ് കേട്ടോ. ഇവർക്ക് വയ്യാതായപ്പോൾ ഒക്കെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ്. ഓറഞ്ചെല്ലാം തൊലി കളഞ്ഞ് വേഗം മിക്സിയുടെ ജാറിലിട്ട് പിന്നെ പഞ്ചസാരൊക്കെ ഇട്ട് കൊടുത്ത് കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് ജ്യൂസൊക്കെ കുടിച്ചിട്ട് പിന്നെ അവർ പോകാൻ വേണ്ടി ഇറങ്ങുകയാണ് കേട്ടോ. ഇനി നമുക്ക് 2 ദിവസം കൂടി കഴിഞ്ഞാൽ ഒരു ഹൗസ് വാമിങ് ഉണ്ട് കേട്ടോ. കട ചെറിയ പെങ്ങളുടെ വീടിരിക്കലാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ആയിട്ട് ഇനി ഞാൻ വരും. 2 ദിവസം കൂടെ ഉള്ളൂ ഇനി വീടിരിക്കാനൊക്കെ. ഞാൻ വിശേഷങ്ങളൊക്കെ പറയേണ്ട അടുത്ത വീഡിയോയിൽ. അങ്ങനെ വിരുന്നുകാരൊക്കെ പോയി. നമ്മുടെ മീൻ അവിടെ കാത്തിരിക്കുന്നുണ്ട് കേട്ടോ. കറി ഇതുവരെ വെച്ചിട്ടില്ല, ഇനി ഇത് വെക്കാൻ പോവുകയാണ്. അപ്പോൾ ചട്ടിയിലാണ് കേട്ടോ കറി വെക്കണത്. ഞാനിത് മുളക് കറിക്കായിട്ട് 2 തക്കാളിയും 1 പച്ചമുളകുമാണ് കേട്ടോ എടുത്തെടുക്കുന്നത്. അത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് പിന്നെ ഒരു സവാളയുടെ പകുതി അത് ഞാനിടുന്നതാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ. എനിക്ക് മീൻ കറിയിൽ ഉള്ളിയൊന്നും ഇടുന്നത് ഇഷ്ടമുണ്ടാവില്ല, അപ്പോൾ ഞാൻ ഇടാറുണ്ട് കേട്ടോ, അതുകൊണ്ട് ഞാൻ ഇട്ടത്. പിന്നെ ഞാൻ അതിലേക്ക് ഒരു 3 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3/4 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ചെറിയ സ്പൂണുകളാണ് കേട്ടോ, അതുകൊണ്ടാണ് അങ്ങനെ ഒരു അളവ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ കയ്യിൽ വലുതാണെങ്കിൽ അതിനനുസരിച്ച് ഇടുക. പിന്നെ ഞാൻ അതിലേക്ക് ഒരിത്തിരി വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ ഒരു ഇത്തിരിയും കൂടി പുളിവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആദ്യം, എന്നിട്ടാണ് പിന്നെ ബാക്കിയുള്ളതും കൂടി ഒഴിച്ചു കൊടുത്തത്. പിന്നെ ഇതാ ബാക്കിയുള്ള പുളിയും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പിന്നെ നമ്മൾ അടുപ്പിൽ വെക്കുകയാണ് കേട്ടോ. ഇപ്പോൾ കുറേ വയ്ക്കണം കേട്ടോ ചട്ടിയിലൊക്കെ വെച്ചിട്ട്. നമ്മൾ എളുപ്പം നോക്കിയിട്ട് വേഗം പാത്രത്തിൽ അങ്ങോട്ട് വെക്കും ഗ്യാസുമൊക്കെ. അപ്പോൾ ഒന്ന് തിളച്ച് വന്നതിന് ശേഷം ഞാൻ അതിലേക്ക് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ 2 അല്ലി എടുത്തിട്ടുള്ളൂ, അത് ഒന്ന് ചതച്ചിട്ട് അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിട്ട് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ പിന്നെ മീൻ ഇട്ട് കൊടുക്കുന്നത്. മീനിതാ ഞാൻ നന്നായിട്ട് കഴുകിയിട്ട് വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ നിരത്തി അങ്ങോട്ട് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ അതിൽ. പിന്നെ എൻ്റെ കറിക്ക് അത്യാവശ്യം എരിവും പുളിയൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. അതുകൊണ്ട് എനിക്ക് എൻ്റെ കറി നല്ല ഇഷ്ടമാണ്. ഞാൻ വെറുതെയും ചോറ് കഴിക്കൽ കഴിഞ്ഞാലൊക്കെ വെറുതെ ഒഴിച്ചിട്ട് ഇങ്ങനെ കുടിക്കാറുണ്ട് കേട്ടോ. പിന്നെ ഇതാ മീൻ കുറച്ച് പൊരിക്കാനുണ്ട്, അപ്പോൾ അതും കൂടിയിട്ട് നമുക്കൊന്ന് പൊരിച്ചെടുക്കാം. കുട്ടികൾക്കൊക്കെ മീൻ പൊരിച്ചതാണ് കേട്ടോ ഇഷ്ടം. ഇക്കും അതെ കേട്ടോ, കറിയത്തെ ഞാൻ അങ്ങനെ വല്ലാതെ കൂട്ടില്ല. പൊരിച്ചതാണെങ്കിൽ ഇഷ്ടമാണ്, അതാണ് ഞാൻ കഴിക്കുള്ളൂ. കറിയത്തെ തോന്നണം ഇത് ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ, അങ്ങനെയാണെങ്കിൽ മാത്രം ഞാൻ എടുക്കുകയുള്ളൂ. മത്തിയൊക്കെ ഇഷ്ടമാണ് കറിയിലിട്ടത്. അല്ലാത്ത മീനുകളൊക്കെ ഞാൻ പൊരിച്ചതാണ് കൂടുതലും കഴിക്കുക. അപ്പോൾ ഇതാ മീനൊക്കെ ഇതാ പൊരിക്കാനായിട്ട് വെക്കുന്നുണ്ട്. അങ്ങനെ അവരുടെ ചോറ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ചോറ് കഴിക്കായിരുന്നത്. അപ്പോൾ ഇതാ ഞാൻ അടുക്കളയിൽ തന്നെ ഇരിക്കുന്നത്. ഇനിയിപ്പോൾ വേറെ പാത്രത്തിലൊക്കെ എടുത്ത് ടേബിൾമൊക്കെ പോകണ്ടല്ലോ വെച്ചിട്ട് അങ്ങനത്തെ ചോറ് എടുത്തിട്ടുണ്ട്. മീൻ കറി വെച്ചത് ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി ഇട്ടതാണ്. ഞാനത് കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒരു ഭംഗിക്ക് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ച്. മീൻ പൊരിച്ചതുണ്ട്, പിന്നെ കായ ഉപ്പേരി വെച്ചിട്ടുണ്ടായിരുന്നു അതുണ്ട്. പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് പച്ചക്കറി വെച്ചിട്ടുണ്ടായിരുന്നു, വെള്ളരിക്കയും പരിപ്പും, അതും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒക്കെ വിശേഷങ്ങളൊക്കെ ഇത്ര ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.